ചർച്ചകൾ കഴിഞ്ഞു. കർണാടകയുടെ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ തിങ്കളാഴ്ച സത്യവാചകം ഏറ്റുചൊല്ലി അധികാരമേറ്റെടുക്കും. കഴിഞ്ഞ 6 മാസമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമായത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെ ഡി.കെ. ശിവകുമാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ചിത്രമുണ്ട്. അതാണിപ്പോൾ ചർച്ചാ വിഷയം. സിദ്ധരാമയ്യയുമായി ആലിംഗനം ചെയ്തു നിൽക്കുന്ന തന്റെ ചിത്രത്തിനോടൊപ്പം സിദ്ധരാമയ്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ചിത്രം കൂടി ഡി.കെ. പങ്കുവച്ചു കഴിഞ്ഞു. കർണാടകയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ രണ്ടു നേതാക്കൾ തമ്മിൽ തുടരുന്ന ഊഷ്മള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് ബി.ജെ.പി. അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ പ്രതീക്ഷിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അധികാരം ഡി.കെക്ക് കൈമാറി കൂളായി തന്നെ സിദ്ധരാമയ്യ പടിയിറങ്ങി. നേരത്തെ രാജസ്ഥാനിലടക്കം രണ്ട് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചതുമാണ്. എന്നാൽ തങ്ങളുടെ ഐക്യമാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ ഭാവി തീരുമാനിക്കുന്നെന്ന ബോധ്യമുള്ള നേതാക്കൾ അസംതൃപ്തി ഉള്ളിലൊതുക്കുകയും ചെയ്തു. അതേസമയം ഇരുവരെയും പിന്തുണയ്ക്കുന്ന പക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പോർവിളികളും നിലനിൽക്കുമ്പോഴും പൊതുവേദിയിൽ ഈ നേതാക്കൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. ഡൽഹിയിലെ AICC ഓഫീസിൽ എത്തിയപ്പോഴും ഇരുവരും വളരെ ഊഷ്മളമായി ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാമായിരുന്നു. തങ്ങളുടെ അനുയായികൾ അധികാരത്തിനു വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തുമ്പോഴും വളരെ പക്വതയോടെയാണ് ഈ രണ്ടു മുതിർന്ന നേതാക്കളും സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച വേളയിൽ കർണാടകയിലെ രാഷ്ട്രീയം കണ്ടത് ഇരുവരും തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ബഹുമാനമാണ്. രാജി സമർപ്പിച്ച സിദ്ധരാമയ്യയുടെ കാലിൽ തൊട്ട് വന്നിച്ച ഡി.കെ. ശിവകുമാറിനെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും ഇരുവരും ആലിംഗനം ചെയ്യുകയും ചെയ്തു. അധികാര പങ്കിടൽ വ്യവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളും പുറത്തും വലിയ ചർച്ചകൾ നടന്നിട്ടും ശിവകുമാർ ഒരിക്കൽ പോലും സിദ്ധരാമയ്യർക്കെതിരെ പരസ്യമായി പ്രതികരിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിരുന്നില്ല. അതേസമയം ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന തികച്ചും അനുഭവപൂർണമായ നിലപാടായിരുന്നു സിദ്ധരാമയ്യയും സ്വീകരിച്ചിരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളെ വ്യക്തിപരമായ ശത്രുതയിലേക്ക് വഴിമാറാൻ ഇരുവരും ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഇത് തീർച്ചയായും മറ്റു കോൺഗ്രസ് നേതാക്കൾ മാതൃകയാക്കേണ്ട വിഷയമാണ്. ബെളഗാവിയിലെ നിയമസഭാ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇരുവരും പരസ്പരം പ്രഭാത ഭക്ഷണം ഒരുക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അടുത്തിടെ നിയമസഭയിൽ സംസാരിക്കവേ താൻ അണിഞ്ഞിരുന്ന പട്ടുഷാൾ ശിവകുമാർ തനിക്ക് സ്നേഹത്തോടെ സമ്മാനമായി നൽകിയതാണെന്ന് സിദ്ധരാമയ്യ സഭയിൽ തുറന്നു പറഞ്ഞതും ഇരുവരുടെയും സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയം മുതൽ കഴിഞ്ഞ 4 വർഷമായി ഇരുവരും കാത്തുസൂക്ഷിച്ചു വരുന്ന ഈ ഊഷ്മളമായ വ്യക്തിബന്ധം തന്നെയാണ് കർണാടക കോൺഗ്രസിലെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇല്ലാതാക്കിയതും പുതിയ സർക്കാരിന്റെ അധികാര കൈമാറ്റം സമാധാനപരമാക്കിയതെന്നും കാണാൻ സാധിക്കും. ഡി.കെ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കോൺഗ്രസ് നൽകിയ രാജ്യസഭാ സീറ്റ് ഉപേക്ഷിച്ച സിദ്ധരാമയ്യ വെറും MLA ആയി മാത്രമായി തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ, സോണിയ, പ്രിയങ്ക എന്നീ നേതാക്കളുമായി ഏറെ അടുപ്പമുള്ള സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും തങ്ങളുടെ നേതാക്കന്മാർക്ക് ചീത്തപ്പേരുണ്ടാകുന്ന ഒന്നും തന്നെ ചെയ്യില്ലെന്നും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാഹുലും പ്രിയങ്കയും സാക്ഷികളാകുന്ന ചടങ്ങിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപിടിക്കാൻ സിദ്ധരാമയ്യയും ഒരു കാരണവരുടെ സ്ഥാനത്തുണ്ടാകുമെന്നത് ചടങ്ങിന്റെ ഭംഗി കൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല.